അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി എവരെയും ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. സക്കാത്ത് എന്ന വിഷയം വളരെ വലുതാണ്. എങ്കിൽ കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് ചില സംശയങ്ങൾ, അതിനുള്ള ഉത്തരങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതിനായി നമ്മോടൊപ്പം ചേരുന്നത് എഞ്ചിനീയർ ജിഹാദ് താജുദ്ദീനാണ്. ജിഹാദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സക്കാത്ത് എന്ന വിഷയമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്, വലിയൊരു സബ്ജക്റ്റാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഒരു സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് ആരാണ്? ആരൊക്കെയാണ് ഈ ഒരു സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്? ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഈ ഒരു സക്കാത്ത് ബാധകമാകുന്നത്? ശരി, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മുടെ സക്കാത്തിൽ പ്രധാനമായും 4 കാര്യങ്ങൾക്കാണ് നമ്മൾ സക്കാത്ത് കണക്കുള്ളത്. പ്രധാനമായും 4 കാര്യങ്ങളാണ്. 1 നമ്മുടെ കറൻസി, 2 സ്വർണം വെള്ളി, 3 കച്ചവട വസ്തുക്കൾ, 4 കൃഷി, അതുപോലെ കന്നുകാലികൾ. ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സക്കാത്ത് കൊടുക്കാൻ ഒരാൾ ബാധ്യസ്ഥനാകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിസാബ് എത്തണം. നിസാബ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ത്രഷോൾഡ് എന്ന് പറയും, മലയാളത്തിൽ അതിന് നമുക്ക് പരിധി എന്ന് പറയാം. ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിനിമം ബാലൻസ് എത്തിക്കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയായി. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷം തികയണം, ഒരു ഹിജറ വർഷം തികയണം. അപ്പോൾ ഒരു ഹിജറ വർഷം തികഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അന്നത്തെ അസറ്റ്സ് നോക്കിയിട്ട് സക്കാത്തബിളായി എന്തൊക്കെയാണുള്ളത് അതിൻ്റെ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ കറൻസി സക്കാത്തിൻ്റെ ഒരു വസ്തുക്കളിൽ പെടുന്നു എന്ന് പറയുന്നത്. സക്കാത്ത് എങ്ങനെയാണ്, കറൻസിക്ക് സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുക? കറൻസിക്ക് സക്കാത്ത്, കറൻസി അഥവാ ക്യാഷ്, ഇതിന് സക്കാത്ത് നമ്മൾ കണക്കൂട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളിയുടെ അളവ് പോലെ വെച്ചിട്ടാണ്. വെള്ളിയാണ് നമ്മൾ നിസാബായിട്ട് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസാബ് അഥവാ ഒരു മിനിമം ബാലൻസ് എന്ന് പറഞ്ഞാൽ 595 ഗ്രാം സിൽവർ വെള്ളിയുടെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 2026 ഉദാഹരണത്തിന്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കിയ അനുസരിച്ച് ഏകദേശം 10-11 റിയാലാണ് 595 ഗ്രാം, 1 ഗ്രാം വെള്ളിയുടെ പ്രൈസ്. അത് പ്രൈസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ വളരെ എളുപ്പം ഗൂഗിൾ നോക്കാം, അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് GPT എടുത്ത് AI എടുത്ത് ചോദിക്കാം. 595 ഗ്രാം സ്ക്രാപ്പ് സിൽവർ എത്രയാണ് അതിൻ്റെ സെല്ലിംഗ് റേറ്റ് എന്ന് വെച്ചാൽ വിൽക്കുമ്പോൾ ഉള്ള ക്യാഷാണ് നമ്മൾ നോക്കുന്നത്, മേടിക്കുമ്പോഴല്ല. അപ്പോൾ ആ റേറ്റ് നോക്കിയാൽ നമുക്ക് അന്ന് റേറ്റ് കിട്ടും. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം 6000 സൗദി റിയാലോളം വരും, ഏകദേശം 1.5 ലക്ഷം ഇന്ത്യൻ രൂപ. അപ്പോൾ ഈ 1.5 ലക്ഷം ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ 6000 റിയാൽ ഒരാൾ കയ്യിലുണ്ടാവുകയും അത് അതേപോലെ മിനിമം ആയിട്ട് അതിലധികമോ ഒരു എമൗണ്ട് 1 വർഷം തുടരുകയും ചെയ്താൽ, എന്നാണോ ഹിജറ വർഷം അവസാനിക്കുന്നത് അന്ന് അയാൾ ടോട്ടൽ സക്കാത്തബിൾ എമൗണ്ട് എത്രയുണ്ടോ അതിൻ്റെ 2.5% കൊടുക്കണം. ഇങ്ങനെയാണ് കറൻസിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്ക് ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ ശമ്പളം കിട്ടി, എനിക്ക് 6000 റിയാലിന് മുകളിൽ വന്നു, ആ പൈസ കുറേയൊക്കെ ചിലവായിപ്പോയി, വീണ്ടും 6000 റിയാലിന് താഴെയായി എൻ്റെ ടോട്ടൽ ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ബാങ്ക് ഉൾപ്പെട്ടു, നാട്ടിലെ ബാങ്ക് ഉൾപ്പെട്ടു, STCB ഉൾപ്പെട്ടു, ഗൂഗിൾ പേയിലുള്ള പൈസ, കയ്യിലുള്ള പൈസ, ക്യാഷ്, ഇതെല്ലാം കൂടി ടോട്ടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു നിസാബ്. അപ്പോൾ ഇതിൽ താഴെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്യാൻസലായി, എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും 6000 എത്തുകയാണ്, അത് അതേപോലെ അധികമോ അതേപോലെ തുടരുകയും ചെയ്താൽ 1 വർഷം തികയുമ്പോൾ ഞാൻ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പൊതുവേ ധാരണയുണ്ട് റമദാനിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. അല്ല, അത് തെറ്റാണ്. റമദാനിലല്ല സക്കാത്ത് കൊടുക്കുന്നത്. റമദാൻ സക്കാത്തിൻ്റെ മാസമല്ല. സക്കാത്ത് കൊടുക്കുന്നത് ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആകുമ്പോഴാണ്. അപ്പോൾ 1 വർഷം തികയുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് 1 വർഷം തികയുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അത് റമദാനിൽ ശേഷമാണ് നിങ്ങളുടെ 1 വർഷം തികയുന്നതിൽ റമദാനിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ലേറ്റ് ആക്കാൻ പാടില്ല. അത് മാത്രമാണ് കറൻസിയുടെ സക്കാത്ത്. ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ഇൻഷാ അല്ലാഹ്. നമ്മൾ
കറൻസി സക്കാത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പൊതുവെ കടം കൊടുക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്ക്, അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിനൊക്കെ നമ്മൾ കടം കൊടുക്കുന്ന പണമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു സർക്കിളിൽ കൊടുക്കുന്ന പണം, എങ്ങനെയാണ് ആ കടം കൊടുത്ത പണത്തിന് സക്കാത്ത് കൊടുക്കണോ? എന്താണ് അതിൻ്റെ ഒരു? ഓക്കെ, കറൻസിയുടെ സക്കാത്തിൽ നമ്മൾ കറൻസിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ടോട്ടൽ ആ ഒരു സക്കാത്ത് ആനിവേഴ്സറി എല്ലാവർക്കും നിർബന്ധമാണ്. സക്കാത്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗല് തികയുന്ന, വർഷം തികയുന്ന ദിവസം. അപ്പോൾ ഈ ആനിവേഴ്സറി നമ്മൾ ടോട്ടൽ എമൗണ്ട് നോക്കുകയും നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, നമ്മളെ വാലറ്റിലുള്ള ക്യാഷ്, ബാങ്കിലുള്ള ക്യാഷ് എല്ലാം നോക്കുകയും അതിൻ്റെ 2.5% എടുക്കുകയാണ് ചെയ്യേണ്ടത്. 2.5% എടുക്കാൻ വളരെ സിമ്പിളാണ്. 40 ഹരിച്ചാൽ മതി, ഡിവൈഡ് ബൈ 40 ചെയ്താൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. 1 ലക്ഷം റിയാലാണെങ്കിൽ 2500 റിയാൽ സക്കാത്ത്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ഇനി കിട്ടാനുള്ള കടത്തിൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ചില പണ്ഡിതന്മാരത് 2 അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങൾ. അതിനിപ്പം നമുക്ക് ദയൂൻ അൽ ഖവി അൽ ദയൂൻ അൽ ലൈഫ്, അഥവാ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് കിട്ടുമെന്ന് ഉറപ്പുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ നമ്മളെ കടം മേടിക്കണം, നമുക്കത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്, ഇന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദിവസം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത കടങ്ങൾ. ചിലപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത കടങ്ങൾ നമ്മൾ നമ്മുടെ കണക്കിൽ പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രധാനമായും മിൽക്കിയത്ത് എന്ന് പറയുന്നത്, അതായത് പൂർണ്ണമായ ഒരു അധികാരം നമുക്ക് ആ പൈസയുടെ മേൽ, ആ സമ്പത്തിൻ്റെ മേൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതാഭിപ്രായം. അല്ലാഹു അലം. ഓക്കെ, നമ്മൾ പണം കൊടുക്കുന്ന സാഹചര്യം, നമ്മൾ കടം വാങ്ങുന്നൊരു സാഹചര്യം കൂടി നമ്മുടെ ഇതിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് എന്താണ് നമ്മൾ അതായത് കിട്ടാനുള്ള കടം, അതിന് സക്കാത്ത് ബാധകമാണോ? കൊടുക്കാനുള്ള കടത്തിന് ഇപ്പം കടം മേടിക്കൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല, കടം കൊടുക്കൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അപ്പം എത്രയും പെട്ടെന്ന് കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാണ് വേണ്ടത്. സക്കാത്തിൻ്റെ നിങ്ങളുടെ ആനിവേഴ്സറി, സക്കാത്ത് ഹൗല് തികയുന്ന സക്കാത്ത് ആനിവേഴ്സറിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ കടങ്ങൾ മുഴുവൻ പെട്ടെന്ന് കൊടുത്തു തീർത്താൽ ഹൈർ. അപ്പോൾ സക്കാത്തിൽ അത് വരില്ല. നിങ്ങളുടെ കയ്യിൽ ആ പൈസയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം തരാറുണ്ട്, 5 ലക്ഷം തരാറുണ്ട്. എൻ്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ട്. 5 ലക്ഷം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷത്തിന് മാത്രം എൻ്റെ സക്കാത്ത് ഡേറ്റിൽ ഞാൻ കണക്കൂട്ടി 5 ലക്ഷത്തിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ 10 ലക്ഷത്തിനും കൊടുക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് കടങ്ങൾ തീർക്കുക. എന്നിട്ട് ആ ഒരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിന് സക്കാത്ത് കൊടുക്കണം. കയ്യിൽ എമൗണ്ട് ഇല്ലെങ്കിൽ, ഞാൻ നിസാബ് എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല ഞാൻ. ഇനി ഒരാൾ നമുക്ക് പണം തരാനുണ്ട്, കുറച്ച് പണം നമുക്ക് ഒരാൾ തരാനുണ്ടെങ്കിൽ ആ പണം നമുക്ക് സക്കാത്തായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കടം കൊടുത്ത് സഹായിച്ചു. സദക്കയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സക്കാത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ ചിലപ്പോൾ കൊടുക്കാറില്ല. കടമായിട്ട് ചോദിച്ചാണ്, അപ്പോൾ നമ്മളങ്ങ് കൊടുത്തു. പിന്നീട് നമ്മൾ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് എത്തി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇന്ന ആൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്. ഓക്കെ, എന്നാൽ നീ അത് വിട്ടേരെ, അത് ഞാൻ നിനക്ക് സക്കാത്തായിട്ട് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ അന്ന് കൊടുത്ത നിയത്ത് സദക്കയുടെ നിയത്തായിരുന്നു. സക്കാത്തായിട്ട് അതിനെ ഒഴിവാക്കി വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല. നിയത്തിലാണ് പ്രാധാന്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തും പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് കുറി അല്ലെങ്കിൽ ചിട്ടി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുള്ളൊരു സംഭവം കൂടിയാണ് ചിട്ടി എന്നുള്ളത്. ഈ ചിട്ടി പണത്തിന് സക്കാത്ത് ബാധകമാണോ? ഇപ്പം ചിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടാനുള്ള കടവുമായി ബന്ധപ്പെടുത്തുക അതിനെ. മാത്രമല്ല ചിട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്, കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഏകദേശം. അപ്പോൾ അതിനെ നമുക്ക് ഇപ്പം നമ്മുടെ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ അടുത്ത് തന്നെ അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കണക്കിൽ പെടുത്താം. അതല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ആ സമ്പത്തുള്ളത് അവരതിന് സക്കാത്ത് കൊടുക്കുമായിരിക്കും, അവർ ഡേറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അതിലൊരു വിധി. അല്ലാഹു അലം. ഓക്കെ, ഇനി നമ്മൾ കറൻസിയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. നമ്മൾ കുറിനെ പറ്റി സംസാരിച്ചു, കടം കൊടുത്ത പൈസയും കിട്ടാനുള്ള പൈസയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ സക്കാത്തിൻ്റെ കണക്ക് നമ്മളിവിടെ സംസാരിച്ചു. ഇനി വലിയൊരു അസറ്റാണ്, ആളുകൾ സൂക്ഷിക്കുന്ന വലിയൊരു അസറ്റാണ് സ്വർണം എന്നുള്ളത്. സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്വർണത്തിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ്, അഥവാ 1.5 പവൻ. അപ്പോൾ ഒരാളുടെ കയ്യിൽ 1.5 പവൻ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണം ഉണ്ടാവുകയും
അതിതുപോലെ ഒരു വർഷം തികയുകയും ചെയ്താൽ അയാൾ അതിന് 2.5% സക്കാത്തായി കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇന്നത്തെ റേറ്റ് എത്രയാണ് ഗോൾഡിൻ്റെത് നോക്കുക, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കുക, അത് ഗോൾഡ് വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ കൂട്ടേണ്ടത്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, ഫോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ റേറ്റ് കിട്ടും. അപ്പോൾ അതിന് 22 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ 22 ക്യാരറ്റിൻ്റെ പ്രൈസാണ് നമ്മൾ നോക്കേണ്ടത്. 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ 24 ക്യാരറ്റിൻ്റെ വിൽക്കുമ്പോഴുള്ള വിലയാണ്, അന്നത്തെ വിലയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതനുസരിച്ച് ടോട്ടൽ 10% പവനിൽ മുകളിലുള്ള സ്വർണം ഉണ്ടെങ്കിൽ അത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 2.5% നമ്മൾ സക്കാത്തായി കണക്കൂട്ടി കൊടുക്കേണ്ടത്. ഇനി സ്വർണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾക്കായിരിക്കാം ഈ ഒരു സംശയം ഉണ്ടാകുക. ദൈനംദിനം അവരുപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട്. നമ്മൾ മഹറായിട്ട് കൊടുക്കുന്നതും അല്ലാതെയുമായിട്ട് സ്വർണം ധരിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അപ്പം എങ്ങനെയാണ് ദൈനംദിനം നമ്മൾ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്ത് ബാധകമാണോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ 2 പ്രബലമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഉപയോഗിക്കുന്ന സ്വർണം എന്നത് നമ്മുടെ വസ്ത്രം പോലെയാണ്, വാഹനം പോലെയാണ്, അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതേ ഇല്ല എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത്, സ്വർണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കാലത്ത് അത് പണമായിരുന്നു, അത് ട്രാൻസാക്ഷന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി യൂസ് ചെയ്തൊരു വസ്തുവാണ്. ഇന്ന് അതിന് പകരം ക്യാഷാണ്. അപ്പോൾ ക്യാഷിൻ്റെ കറൻസിയുടെ അതേ ഒരു ഗണത്തിൽ തന്നെയാണ് സ്വർണവും വരുന്നത്. അത് ഏത് സ്വർണ്ണമായാലും ഉപയോഗിക്കുന്നതായാലും അല്ലാത്തതായാലും. അതേപോലെ പ്രവാചകൻ്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യമനിൽ നിന്നൊരു സ്ത്രീ വരികയും അവരുടെ മകൾ കയ്യിലൊരു വള ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇത് മൊത്തത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കൂടുതൽ സൂക്ഷ്മത ആഗ്രഹിക്കുന്നവർക്ക് മൊത്തത്തിലെടുത്ത് ടോട്ടൽ കണക്കൂട്ടി അത് കൊടുക്കുകയാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. സംശയമുള്ള കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കലാണ് അതിൻ്റെ ഏറ്റവും ശരിയായ ഒരു രീതി. അപ്പം അത് കണക്കിൽ പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അലം. അപ്പം ഒരു കുടുംബത്തിൽ ഇപ്പം പലപ്പോഴും ആളുകൾ സ്വർണം കോയിനായിട്ടും ബിസ്ക്കറ്റായിട്ടും ആഭരണങ്ങളായിട്ടും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആഭരണങ്ങൾ ചിലപ്പോൾ സ്ത്രീകൾ ധരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പേരിലാണതുള്ളത്. ചിലപ്പോൾ ഗോൾഡ് കോയിന് ആ വീട്ടിലെ ഒരു കുടുംബനാഥൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ സ്വർണം വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ടോട്ടൽ ചെയ്തിട്ട് സക്കാത്ത് കൊടുക്കുന്നോ, അതല്ല ഓരോരുത്തരും വേർതിരിച്ച് കൊടുക്കണോ സക്കാത്ത് എങ്ങനെയാണ്? അതെ, വളരെ നല്ല ചോദ്യമാണ്. സ്വർണം ഒരിക്കലും ഒരാളുടെ ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ അത് ഇപ്പം ഭാര്യ മകൾ ഉണ്ടെങ്കിൽ 2 പേരുടെ സ്വർണം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. ഭാര്യയുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് 85 ഗ്രാമിൽ അധികം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആണ് കണക്കൂട്ടേണ്ടത്. അതുപോലെ മകളുടെ അതുപോലെ 85 ഗ്രാം സ്വർണം അതിന് മുകളിലുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആണ് കണക്കൂട്ടേണ്ടത്. ഇത് മൊത്തത്തിൽ കുടുംബത്തിൻ്റെ എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഭാര്യയുടെ സ്വർണത്തിൻ്റെത് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഭാര്യയുടെ സ്വർണം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പൊതുവേ സ്വർണത്തിനൊക്കെ നല്ല വിലയാണല്ലോ. അപ്പം സ്വാഭാവികമായും മഹറായി കിട്ടിയ സ്വർണ്ണം ഉണ്ടാകും ഭാര്യയുടെ കയ്യിൽ. അതുപോലെ വിവാഹത്തിന് ഉപയോഗിച്ച സ്വർണ്ണം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി സക്കാത്ത് കണക്കൂട്ടുമ്പോൾ ചിലപ്പോൾ ഭർത്താവിന് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ലായിരിക്കും. ചിലപ്പോഴൊക്കെ ഭർത്താവ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ല കാര്യമാണ്, അതൊരു സഹായം കൂടിയാണ്. ബട്ട് ഇപ്പം ഭർത്താവ് പറയുകയാണ്, എനിക്ക് ഇത്രയും സക്കാത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് വേറെ ഒരുപാട് സദക്കകൾ കൊടുക്കണം ഈ മാസം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ സ്വർണം ആ ഭാര്യ അതിൽ സ്വർണത്തിൽ നിന്ന് എത്ര ഗ്രാമാണോ സക്കാത്തബിളായിട്ടുള്ളത്, ഇപ്പം 85 ഗ്രാമിന് മുകളിൽ സ്വർണ്ണം ഉണ്ടാകുകയും അത് ഒരു വർഷം എത്തുകയും ചെയ്താൽ അതിൽ 2.5% എടുത്തിട്ട് ആ സ്വർണം എടുത്ത് വിറ്റിട്ട് അതിന് സക്കാത്ത് കൊടുക്കാം. അത് ക്യാഷായിട്ടും കൊടുക്കാം, സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതാണ് ചെയ്യേണ്ടത്. ഇനി മറ്റു വരുമാനമില്ലാത്ത സ്ത്രീകൾ, ഇപ്പോൾ വിധവയായിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക? ഓക്കെ, സക്കാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫീലിങ്സ് അതൊരു കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല. എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണ്, അവർക്ക് 85 ഗ്രാം സ്വർണം ഉണ്ട്, അത് വർഷം തികയുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് എടുത്ത് വിറ്റിട്ട് വേണം സക്കാത്ത് കൊടുക്കാൻ. ഇനി അതല്ല, അവർക്ക് അതിൽ നിന്ന് കുറയും എല്ലാ വർഷവും ഞാൻ അതിൽ നിന്ന് സക്കാത്ത് സ്വർണം എടുത്ത് വിൽക്കുമ്പോൾ എനിക്ക് ആ ടോട്ടൽ സ്വർണ്ണത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് വരികയല്ലേ എന്ന് ചിന്തിച്ചാൽ ആ പൈസ മറ്റൊരു മാർഗ്ഗത്തിൽ അവർക്ക് ചിലവഴിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ചെയ്യാം. ഉദാഹരണത്തിന് വസ്തു മേടിച്ചിടുകയോ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഒരു വീട് വഹിച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് സക്കാത്തില്ല.
അപ്പം ശരിക്കും അതാണ് അതിൻ്റെ ശരിയായൊരു രീതി. ഇപ്പോൾ നമ്മൾ കറൻസി സംസാരിച്ചു, അതുപോലെ തന്നെ സ്വർണം സംസാരിച്ചു. ഇനി ഒരു മൂന്നാമത്തെ ഒരു വിഷയമാണ് ഭൂമി അല്ലെങ്കിൽ സ്ഥലം എന്നുള്ളത്. എങ്ങനെയാണ് ഭൂമി, വസ്തുവുള്ള ആളുകൾ, അതുപോലെ തന്നെ വീട്, നമ്മുടെ സ്വന്തം നമ്മൾ താമസിക്കുന്ന വീട്, അത്തരത്തിലുള്ള അത്തരം അസറ്റുകൾക്ക് ഇത് കൊടുക്കണം, സക്കാത്ത് ബാധകമാണോ? വീടിന്, വസ്തുവിന് തുടങ്ങിയവയ്ക്ക് ഒന്നും സക്കാത്തില്ല. ബട്ട് ഈ വീടോ വസ്തുവോ വിൽപ്പന വസ്തു നേരത്തെ നമ്മൾ പറഞ്ഞു വിൽപ്പന വസ്തുവിന് സക്കാത്തുണ്ട്. അപ്പോൾ ഈ വീടോ വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ, അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഇട്ടിട്ടുണ്ട്, ആൾക്കാർ വരുന്നു പോകുന്നു, അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കച്ചവട വസ്തു എന്ന കാറ്റഗറിയിലോട്ട് പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്നാണോ മാർക്കറ്റ് വില അത് നമ്മളെ കണക്കിൽ പെടുത്തുകയും വേണം. ഉദാഹരണത്തിന് 10 ലക്ഷത്തിൻ്റെ വസ്തുവാണ് വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ 10 ലക്ഷം മാർക്കറ്റ് വില ഉള്ളത് ഞാൻ എൻ്റെ കണക്കിൽ പെടുത്തുകയും അതിൻ്റെ 2.5% എന്നുള്ളത് 25,000 രൂപ ഞാനത് കണക്ക് കൂട്ടുകയും ചെയ്യണം. അത് എപ്പോഴാണോ, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇല്ല കൊടുക്കാൻ, 25,000 രൂപ ഇല്ല കൊടുക്കാൻ, വിറ്റിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് വിൽപ്പനയ്ക്ക് ശേഷം കൊടുക്കുക. അതിനിപ്പോൾ ചിലപ്പോൾ 2-3 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ 2-3 കൊല്ലത്തിൻ്റെയും നമ്മൾ ഈ ലാസ്റ്റ് ഒരുമിച്ച് കൂട്ടി വേണം കൊടുക്കാൻ. അതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മളിപ്പം സംസാരിച്ച ഇതിൽ സക്കാത്ത് കൊടുക്കേണ്ട വിഷയങ്ങളാണ്. സക്കാത്ത് ആരൊക്കെ കൊടുക്കണം, കറൻസിക്ക് എങ്ങനെ കൊടുക്കണം, സ്വർണത്തിന് എങ്ങനെ കൊടുക്കണം, ഭൂമി വസ്തുവിന് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി സക്കാത്തിന് അർഹരായിട്ടുള്ളത്, അത് സ്വീകരിക്കാൻ അർഹരായിട്ടുള്ള കാറ്റഗറി ഓഫ് ആളുകൾ ആരൊക്കെയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ആളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ തൗബയിൽ പറയുന്ന പോലെ ഇന്നമ സദഖാത്തുൽ ഫുഖറായി എന്ന് പറയുന്ന ആ ഒരു ആയത്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ 8 കാറ്റഗറികൾ വരുന്നത്. ഈ 8 കാറ്റഗറിയിൽ ആദ്യം വരുന്നത് ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, അതായത് ബേസിക് നെസസിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് വീട്, ഭക്ഷണം, അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തി. അതല്ലെങ്കിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിയുണ്ട്, അതല്ലെങ്കിൽ ഒരു വിധവയായ ഒരു സ്ത്രീ, മക്കളുണ്ട്, ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് പേര് ജോലി അന്വേഷിക്കുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഈവൻ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു പുരുഷന് മഹർ ഇല്ല, വിവാഹം കഴിക്കാൻ മഹറില്ല, സമ്പത്തില്ല, അപ്പോൾ അതിന് സഹായിക്കാം. അപ്പം പിന്നെ അഭയാർത്ഥികൾ, ഇവർക്ക് ഇത് അടിസ്ഥാന സൗകര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ, അവരാണ് ഈ ഫക്കീർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫക്കീർമാർക്ക് ഒരു കാറ്റഗറിയാണ് സക്കാത്തിന് അർഹരായിട്ടുള്ളവർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫക്കീറിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, ബട്ട് എക്സ്ട്രാ ഒന്നിനുമില്ല. ഉദാഹരണത്തിന് വീടുണ്ട്, ബട്ട് കുട്ടികളെ പഠിപ്പിക്കാനോ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനോ ഉള്ള ക്യാഷ് ഇല്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു എക്സ്ട്രാ സേവിങ് ആയിട്ടൊന്നുമില്ലാത്ത ഒരാൾ. പിന്നെ സാമ്പത്തികമായി തന്നെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഈ പറഞ്ഞ മിസ്കീൻ എന്നുള്ളത്. എന്നാൽ ഫക്കീറിൻ്റെ അത്ര ബുദ്ധിമുട്ടുള്ള ആളുമല്ല. അവരെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ആമിലൂൻ, അതായത് സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് ഫുൾ ടൈം സക്കാത്ത് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആമിലൂൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള നാലാമത്തെ എന്ന് പറഞ്ഞാൽ മുഅല്ലഫത്തുൽ ഖുലൂബ്, അതായത് ഇസ്ലാമിനോട് മനസ്സ് ഇണങ്ങിയ ആൾക്കാർ. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയും, ബട്ട് ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ, അതൊരു സ്പെഷ്യൽ കേസാണ്. അത് ഈ ഒരു കാറ്റഗറിയിൽ അത് വരും. അതായത് ഇസ്ലാമിനോട് താല്പര്യമുള്ള, ഇഷ്ടമുള്ള ആൾക്കാർ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ മുന്നിൽ നിൽക്കുന്ന ഒരു മുസ്ലിമായൊരു വ്യക്തി, അങ്ങനെ തുടങ്ങി. അതല്ലെങ്കിൽ പുതിയൊരു മുസ്ലിം, ബട്ട് പുതിയ മുസ്ലിം ആണെങ്കിൽ പോലും അയാൾ ഫക്കീറോ മിസ്കീനോ എന്ന കാറ്റഗറിയിൽ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ഇസ്ലാമിന് ഉപയോഗമുള്ള ആൾക്കാരായിരിക്കണം. ബട്ട് പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തിട്ട് വേണം അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിൽ നമ്മൾ എത്താൻ. ഒരു അമുസ്ലിമിന് കൊടുക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ കേസായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അഞ്ചാമത്തെ ഒരു കാറ്റഗറിയാണ് റിക്കാബ്, അതായത് അടിമമോചനത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കള്ളക്കേസിൽ പെട്ട് കിടക്കുന്ന, ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾ വേണമെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച്. ഇന്നിപ്പോൾ അടിമമോചനം എന്ന് പറഞ്ഞാൽ ആ ഒരു മറ്റൊരു രീതി. പിന്നുള്ളത് കടക്കാരാണ്, ഗാറിമൂൻ, അതായത് സ്വയം കടം വീട്ടാൻ സാധിക്കാത്ത ഒരാൾ. ഉദാഹരണത്തിന് അയാളുടെ കയ്യിൽ ഗോൾഡ് ഇല്ല, അതല്ലെങ്കിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ വീടില്ല,
അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കത് വിറ്റ് അയാൾ കടം തീർക്കാം. അതിനുപോലും കഴിവില്ലാത്ത ഒരാളാണ് കടക്കാരെന്ന കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്നത്. ഇപ്പോൾ ബിസിനസ് നടത്തി അത് തകർന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളെ നമുക്ക് ഈ ഒരു കടക്കാരെന്ന കണക്കത്തിൽ പെടുത്തി അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ഏഴാമത്തെ ഒരു കാറ്റഗറിയാണ് ഫീ സബീലില്ല. ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെയാണ് ഇവിടെ ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എട്ടാമത്തെ ലാസ്റ്റ് കാറ്റഗറിയാണ് ഇബ്നു സബീൽ, വഴി മുട്ടിയ യാത്രക്കാരൻ. അതായത് വഴിമുട്ടിയ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫക്കീറോ മിസ്കീനോ ആയ ആകാതിരിക്കാം. ഉദാഹരണത്തിന് ഒരാൾ യാത്രക്കാരൻ, അയാൾ ഉദാഹരണത്തിന് അയാൾ ഒരു സ്ഥലത്തെത്തി, അയാളുടെ പൈസ നഷ്ടപ്പെട്ടു, അയാൾക്ക് തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് പോകണം, അഭയാർത്ഥിയായ ഒരാൾ. അപ്പോൾ അയാൾ ഒരു ഫക്കീറാകാം, മിസ്കീനാകാം, അതല്ലെങ്കിൽ സാമ്പത്തികമായി ഉള്ള ഒരാളാകാം. പക്ഷേ ടെമ്പററി ആയിട്ട് അയാൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുകയാണ്. അയാളെയാണ് നമ്മൾ ഇബ്നു സബീൽ അല്ലെങ്കിൽ വഴിമുട്ടിയ യാത്രക്കാരൻ എന്ന ഒരു കണത്തിൽ പെടുന്നത്. അങ്ങനെ ഇതാണ് 8 കാറ്റഗറി. മാത്രമല്ല ഇത് സക്കാത്തിൽ നിന്ന് പോകേണ്ടത് വ്യക്തികളിലേക്കാണ്. അപ്പം ഇത് സക്കാത്ത് അതായത് വ്യക്തിയുടെ അധികാരത്തിലേക്ക് അത് എത്തണം. അപ്പോൾ ഞാൻ ഒരു വീട് സക്കാത്തായിട്ടൊരു വീട് കൊടുത്താൽ ആ വീടിൻ്റെ താക്കോൽ അയാൾ കൊടുക്കണം, ആ വീടിൻ്റെ ഓണർഷിപ്പ് വരെ അയാൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് സക്കാത്തായി കണക്കാക്കൂ. ആ വ്യക്തിയിലേക്ക് അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫുൾ അധികാരം എത്തണം. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് ഉള്ളത്, അടുത്ത ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാമിൽ അനുമതിയുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ വിധിയിലേക്ക്? സക്കാത്ത് അടുത്ത ബന്ധുക്കൾക്ക് സക്കാത്ത്, ഉദാഹരണത്തിന് ഇപ്പം ഭാര്യയുടെ സ്വർണ്ണമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ? വാപ്പാക്ക് മകന് കൊടുക്കാൻ പറ്റുമോ? മകന് വാപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ അതൊരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്യുകയാണ് വേണ്ടത്. അത് ഒരിക്കലും അങ്ങനെ നോർമലി ഒരു നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, നമ്മളെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഒരാൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം അതാണ് നമ്മുടെ ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ സക്കാത്തിലൊന്നും അവർ കൊടുക്കാൻ കഴിയില്ല. ബട്ട് ഒരു സ്പെഷ്യൽ കേസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അതായത് അവർ കടക്കാർ എന്നുള്ള ഒരു കാറ്റഗറി, അവർക്ക് സ്വന്തമായി അവരുടെ കടം വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണ്. അങ്ങനെയെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് സക്കാത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കാം. ബട്ട് ദാറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. അത് പണ്ഡിതന്മാരോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം. ബട്ട് ഫക്കീർ മിസ്കീൻ എന്ന കാറ്റഗറിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കടക്കാർ എന്നുള്ള കാറ്റഗറിയിൽ വേണമെങ്കിൽ അവർക്ക് സക്കാത്തിൽ നൽകാം എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നു. പക്ഷേ മറ്റ് ബന്ധുക്കൾക്ക് കുഴപ്പമില്ല. പറഞ്ഞാൽ നമ്മുടെ അണ്ടറിലല്ലാത്ത ബന്ധുക്കളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വിഷയമില്ല. ബട്ട് നമ്മൾ ഏറ്റവും അടുത്ത നമ്മൾ സംരക്ഷണത്തിൽ നിൽക്കുന്ന ബന്ധുക്കൾക്ക് അടുത്തവർക്ക് നമുക്ക് കൊടുക്കാൻ നോർമലി പറ്റില്ല. ഇനി പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് സക്കാത്തിൻ്റെ പൈസ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? പൊതുപ്രവർത്തനങ്ങൾക്ക് സക്കാത്തിൻ്റെ പൈസ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പം ദാവത്തിനായിട്ട്, അതല്ലെങ്കിൽ പള്ളി പണിയാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്കാത്ത് പോകേണ്ടത് വ്യക്തികളിലേക്കാണ്. ഈ പറഞ്ഞ 8 കാറ്റഗറി ഉണ്ട്. ഈ 8 കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്കാണ് സക്കാത്ത് എത്തേണ്ടത്. സക്കാത്ത് അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്ത് സെല്ലുകളിലാണോ അതോ വ്യക്തികൾക്കാണോ? ഓക്കെ, സെല്ലുകൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് അറിയില്ലല്ലോ ഏതൊക്കെയാണ് ആൾക്കാർ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട്. നമ്മുടെ പരിചയത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ മാത്രമേ നമുക്കറിയൂ. സക്കാത്ത് സെല്ലുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഈ വർഷത്തെ സക്കാത്ത് കാത്തിരിക്കുന്നവരുണ്ട്. പൊതുവെ നമ്മളോട് ചോദിക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പം സക്കാത്ത് സെല്ലിൽ കൊടുത്താൽ അത് വലിയൊരു ഇമ്പാക്റ്റാണ്. ഒരുപാട് പേര് ചേർന്ന് സക്കാത്ത് സെല്ല് കൊടുക്കുമ്പോൾ ഒരു വലിയ വീടാകുന്നു, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്താൽ അയാൾക്ക് ജീവിതമാർഗ്ഗമാകുന്നു. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകും, ഇത്രത്തോളം അതിന് മാറ്റങ്ങളുണ്ടാകും എന്നുള്ളത് ശരിക്കും പറയാൻ കഴിയില്ല. ബട്ട് സക്കാത്ത് സെല്ലുകൾ വഴി ചെയ്യുന്നതിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഏത് സംഘടനയിലായാലും അവർ സെല്ലിലേക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ കൃത്യമായും അത് അവരോട് ഇത് സക്കാത്തിൻ്റെ പൈസയാണ്, സക്കാത്തിൻ്റെ റെസിപ്റ്റ് വേണം, സക്കാത്തിൻ്റെ മാർഗ്ഗത്തിൽ മാത്രമേ, സക്കാത്തിന് അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ എന്ന് പറയും. ചിലപ്പോൾ ചിലർ പറയും അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ബട്ട് അവിടെ ഫക്കീർ മിസ്കീൻ എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചിലവിനായിട്ട് അവർ പ്രത്യേകം മാറ്റിവെച്ച് യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. ഇനി പലപ്പോഴും നമ്മൾ ഇപ്പോൾ കറൻസി, ഗോൾഡ്, വസ്തു ഇതൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ കച്ചവടം, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ സക്കാത്ത് ഇങ്ങനെ ഷെയറും. ഓക്കെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ബിസിനസ്സിൻ്റെ സക്കാത്ത്, അതുപോലെ ഷെയർ, ഫോറക്സ്, ക്രിപ്റ്റോ,
പിന്നെ സുക്കോക്ക്, അങ്ങനെ പറഞ്ഞ ഒരുപാട് പുതിയ പുതിയ മേഖലകൾ ഫൈനാൻസിലുണ്ട്. ബേസിക്കായിട്ടുള്ളൊരു റൂള് ഞാൻ പറയാം. ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് സർവീസ് ബിസിനസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ന് പറയുമ്പോൾ സാധനം എടുത്ത് വെച്ചിട്ട് വിൽക്കുന്നു. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ടൽ, ബാർബർ ഷോപ്പ്, റെസ്റ്റോറൻറ്റ് പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായൊരു അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ആ പൈസ ഇതുപോലെ നിസാബ് എത്തുകയും 595 ഗ്രാം വെള്ളിയുടെ, അതായത് ഏകദേശം 6000 റിയാൽ അതിന് മുഖമോ എത്തുകയും അത് 1 വർഷം തികയും ചെയ്താൽ അതിന് സ്വാഭാവികമായി സക്കാത്ത് കൊടുക്കണം, ആ ഒരു എമൗണ്ടിന്. പക്ഷേ അവിടെ അസറ്റ്സിന് സക്കാത്തില്ല. ഉദാഹരണത്തിന് വാഹനമുണ്ട്, ആ വണ്ടിക്ക്, ആ സ്ഥാപനത്തിന് ഫർണിച്ചറുണ്ട്, അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുണ്ട്. ഒരു ഹോട്ടലാണെങ്കിൽ അവിടെയുള്ള ഫർണിച്ചറുണ്ട്, അതിനൊന്നും സക്കാത്ത് ബാധകമല്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ട്രേഡിങ്. അതായത് സാധനം എടുത്ത് വെച്ച്, സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ വിൽപ്പന നടത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഇതുപോലെ ടോട്ടൽ അവിടെ അസറ്റ് എത്രയുണ്ട്, അവിടെ വിൽപ്പന വെച്ചിരിക്കുന്ന വസ്തുക്കൾ എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ, വിറ്റാൽ കിട്ടുന്ന വില എത്രയാണോ അത് നമ്മൾ കണക്കൂട്ടുക. ഈ കണക്കൂട്ടിയിട്ട് അത് ഇതുപോലെ നിസാബ് എത്തുകയും 1 വർഷം തികയും ചെയ്താൽ ആ ഒരു ടോട്ടൽ സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 2.5% നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിന്ന് കുറേ ഡിഡക്റ്റബിൾ ഉണ്ട്. അതായത് നമ്മൾ വെട്ടിക്കുറയ്ക്കാൻ കുറേ ഉണ്ട്. പെട്ടെന്ന് വരുന്ന, അതായത് അന്നത്തെ ഡ്യൂ ആയിട്ടുള്ള, അന്ന് വരെ ഡ്യൂ ആയിട്ടുള്ള സാലറികളുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാം ടോട്ടൽ എമൗണ്ടിൽ നിന്ന്. അതുപോലെ സപ്ലയർമാർക്കും അതുപോലെ മറ്റുള്ള ഡ്യൂസ് ആയിട്ടുള്ള എമൗണ്ടുകൾ, കൊടുക്കാനുള്ള എമൗണ്ടുകൾ, ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ കുറയ്ക്കാം. അത് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ 2.5% നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഷെയറിലേക്ക് വരികയാണെങ്കിൽ, ഷെയർ എന്ന് പറയുമ്പോൾ ചെറിയൊരു വാക്കാണെങ്കിൽ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട് ഷെയർ. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് അറിയാവുന്നൊരു ബിസിനസ്സാണ്, നമുക്ക് പരിചയമുള്ളൊരു ബിസിനസ്സാണ്, അതിലേക്ക് നമ്മളൊരു ഷെയർ പാർട്ട്ണർ ആവുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഈ നമ്മളെ സക്കാത്ത് ആനിവേഴ്സറി, സക്കാത്ത് കണക്കൂടുന്ന ഡേറ്റ് എത്തുമ്പോഴും അവരോട് ചോദിക്കുക എൻ്റെ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്. ആ ഷെയറിൻ്റെ വാല്യൂ എത്രയാണെന്ന് അവർക്ക് ഓഡിറ്റ് ചെയ്യും, അവരുടെ അക്കൗണ്ട്സ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് അവർ നമുക്കൊരു എമൗണ്ട് തരും, ഇതാണ് നിങ്ങളുടെ ഷെയർ വാല്യൂ എന്നുള്ളത്. അതിൻ്റെ 2.5% കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അതിൽ ഷെയറിന് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ലോങ് ടേം ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്, ഇപ്പോൾ 10 ലക്ഷമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ മാസം എനിക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ടിന് എൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, അതിന് ഞാൻ സക്കാത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കറൻസിയിൽ നമ്മളത് ഉൾപ്പെടുത്തി. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷത്തിന് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ലോങ് ടേം ആയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ട്രേഡിങ് പോലുള്ള പെട്ടെന്ന് ഇട്ട് അതിൻ്റെ വില കൂടുമ്പോൾ വിൽക്കുക, അങ്ങനെയുള്ള ഒരു രീതിയാണെങ്കിൽ അതിന് ടോട്ടൽ എമൗണ്ട് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടലിൻ്റെ 2.5% നമ്മൾ കൊടുക്കേണ്ടത്. ഈ വിഷയമാണ് ഷെയറുമായി ബന്ധപ്പെട്ട് ലോങ് ടേം ഷോർട്ട് ടേമിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മറ്റ് വലിയ വലിയ കമ്പനീസിലേക്ക് അരാംകോ പോലുള്ള വലിയ വലിയ കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരതിന് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രീ ആണ്. ബട്ട് നമുക്ക് അത് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഫോറിൻ കമ്പനിയാണ്, സക്കാത്ത് കൊടുക്കാത്തൊരു കമ്പനിയാണെങ്കിൽ നമ്മളുടെ ഷെയർ വാല്യൂ എത്രയെന്ന് മനസ്സിലാക്കുക, അതിൽ സക്കാത്തബിളായിട്ടുള്ള എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരു 10,000 റിയാൽ ഒരു കമ്പനി ഷെയർ ഇട്ടു. ഈ 10,000 റിയാൽ ഈ കമ്പനി പല പല അസറ്റ്സിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് അവർ വാഹനം മേടിച്ചു, ബിൽഡിംഗ് വെച്ചു, അപ്പം മറ്റുള്ള സ്റ്റോക്ക് എടുത്തു. അപ്പം അതിൻ്റെ സക്കാത്തബിളായിട്ടുള്ള എത്ര എമൗണ്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുക. ആ കമ്പനിയുമായി ഡിസ്കസ് ചെയ്തുള്ള കൺസൾട്ടൻറ്റുമായി സമീപിച്ച് അത് മനസ്സിലാക്കിയെടുത്തിട്ട് ചിലപ്പോൾ 10,000 റിയാൽ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ 5,000 റിയാലിനാവാം, ചിലപ്പോൾ 4,000 റിയാലിനാവാം. കാരണം അതിൻ്റെ എമൗണ്ട് അനുസരിച്ചുള്ള സക്കാത്തബിളായിട്ടുള്ള അസറ്റ്സാണ് അവിടെ ഉള്ളത്. സക്കാത്തബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് അവിടെയുള്ള ആ കമ്പനിയിലുള്ള ക്യാഷ്, അവിടെയുള്ള സ്റ്റോക്ക്, അവിടെ ആ കമ്പനി കിട്ടാനുള്ള പൈസകൾ, മറ്റ് പെട്ടെന്ന് കിട്ടുന്ന സമ്പത്ത്, അപ്പം കടങ്ങൾ. അപ്പം ഇതാണ് സക്കാത്തബിളായിട്ടുള്ളത്. ഈ എമൗണ്ട് എൻ്റെ ഷെയറിൽ എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുക, അത് ചോദിച്ചറിയുക, അതിൻ്റെ 2.5% ഞാൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വലിയ വിഷയമാണ്. അത് സക്കാത്ത് കൺസൾട്ടൻസുമായി സമീപിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിഷയമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കുറച്ചധികം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സക്കാത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓരോ ഹിജ്റ വർഷം അവസാനിക്കുമ്പോൾ സക്കാത്ത് എത്രയാണോ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനായിട്ടുള്ളത് ആ ഒരു എമൗണ്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.